അമേരിക്കയിലെ വിദ്യാർത്ഥി ലോൺ എടുത്തവരുടെ ശ്രദ്ധയ്ക്ക് വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. 2025 മെയ് 5 മുതൽ കുടിശ്ശികയായുള്ള ഫെഡറൽ വിദ്യാർത്ഥി ലോണുകൾക്ക് US സർക്കാർ പലിശ ഈടാക്കാൻ തുടങ്ങും. COVID-19 മഹാമാരിയുടെ സമയത്ത് തുടങ്ങിയ 5 വർഷത്തെ ഇടവേള ഇതോടെ അവസാനിക്കും. ഇപ്പോൾ ഏകദേശം 50 ലക്ഷത്തിലധികം ആളുകൾ ലോൺ തിരിച്ചടക്കാതെ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. പലിശ ഈടാക്കാൻ തുടങ്ങുന്നതോടെ പലരും വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ശമ്പളം പിടിച്ചെടുക്കൽ, ടാക്സ് റീഫണ്ട് തടഞ്ഞുവെക്കൽ, സാമൂഹിക സുരക്ഷാ പെൻഷൻ കുറയ്ക്കൽ എന്നിവ ഇതിൽ ചിലതാണ്. മഹാമാരിക്ക് മുമ്പ് ലോൺ തിരിച്ചടക്കാത്തവരുടെ സ്ഥിതി ഇതൊക്കെ തന്നെയായിരുന്നു. 2020 മാർച്ചിൽ സർക്കാർ ഇത് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ട്രംപിന്റെയും ബൈഡന്റെയും ഭരണകാലത്ത് ഇത് പലതവണ നീട്ടി. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്മോഹൻ പറയുന്നത്, രാജ്യത്തെ സാമ്പത്തിക ഭദ്രതയും നികുതിദായകരുടെ താൽപ്പര്യവും സംരക്ഷിക്കാൻ പണം തിരിച്ചടക്കുന്നത് പുനരാരംഭിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഏകദേശം 53 ലക്ഷം അമേരിക്കക്കാർ ലോൺ തിരിച്ചടക്കാതെ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. 40 ലക്ഷം പേർ കുടിശ്ശിക വരുത്തുന്നതിൻ്റെ വക്കീലാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, വിദ്യാർത്ഥി ലോൺ എടുത്തവരിൽ 40% താഴെ ആളുകൾ മാത്രമാണ് കൃത്യമായി പണം തിരിച്ചടക്കുന്നത്. ലോൺ തിരിച്ചെടുക്കാത്തവരുടെ പേരുവിവരങ്ങൾ ട്രഷറി വകുപ്പിന് കൈമാറാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഇങ്ങനെ കൈമാറിയാൽ 30 ദിവസത്തെ നോട്ടീസിന് ശേഷം ടാക്സ് റീഫണ്ടും മറ്റ് ഫെഡറൽ ആനുകൂല്യങ്ങളും ട്രഷറി വകുപ്പിന് തടഞ്ഞുവെക്കാൻ സാധിക്കും. ശമ്പളം പിടിച്ചെടുക്കുന്നതിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാർ കൂടുതൽ ബുദ്ധിമുട്ടിലാകും. ഈ തീരുമാനത്തിനെതിരെ പലരും രംഗത്ത് വരുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തടയുന്നത് പ്രായമായവരെയും അംഗപരിമിതരെയും കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുമെന്ന് വിമർശകർ പറയുന്നു. വരുമാനത്തിനനുസരിച്ച് തിരിച്ചടക്കുന്ന രീതിയും ലോൺ പുനരുദ്ധാരണ പദ്ധതിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടെന്നും ഇത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാമെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ട്. എന്നാൽ ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ പ്രശ്നം സാമ്പത്തികപരമായ ഒന്ന് മാത്രമല്ല, രാഷ്ട്രീയപരവുമാണ്. വിദ്യാർത്ഥികളുടെ ലോൺ എഴുതിത്തള്ളാനുള്ള ബൈഡന്റെ ശ്രമം കോടതി തടഞ്ഞത് സാധാരണക്കാർക്ക് വലിയ നിരാശയുണ്ടാക്കി. ഇത് അവരെ കൂടുതൽ വിഷമത്തിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ഏകദേശം 2,68,000 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് US-ൽ പഠിക്കുന്നത്. ഇവരിൽ പലരും ലോൺ എടുത്താണ് പഠിക്കുന്നത്. പഠനം കഴിഞ്ഞ് ജോലി കിട്ടാതെ വരുമ്പോഴോ വിസയുടെ കാലാവധി കഴിഞ്ഞാലോ ലോൺ തിരിച്ചടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇങ്ങനെ ലോൺ തിരിച്ചടക്കാൻ പറ്റാതെ വന്നാൽ ശമ്പളം പിടിച്ചെടുക്കൽ, US-ൽ നിന്ന് പുറത്താക്കൽ, ലോണിന് ജാമ്യം നിന്ന കുടുംബാംഗങ്ങൾക്ക് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ലോൺ എടുത്തവർ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. തിരിച്ചടവിനായി ഡിഫാൾട്ട് റെസൊല്യൂഷൻ ഗ്രൂപ്പുമായി ബന്ധപ്പെടുക. വരുമാനത്തിന് അനുസരിച്ച് തിരിച്ചടക്കുന്ന രീതി തിരഞ്ഞെടുക്കുക. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ലോൺ പുനരുദ്ധാരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലൂടെ 10 മാസത്തിനുള്ളിൽ 9 തവണ കൃത്യമായി പണമടച്ചാൽ ലോൺ കുടിശ്ശികയില്ലാത്ത രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. ഈ അവസരം ഒരു പ്രാവശ്യം മാത്രമേ ലഭിക്കുകയുള്ളൂ. ശമ്പളം പിടിച്ചെടുത്ത് അടയ്ക്കുന്ന പണം ഇതിൽ കണക്കാക്കില്ല. അമേരിക്കയിലെ വിദ്യാർത്ഥി ലോൺ പ്രതിസന്ധി ഒരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, ഇതൊരു വലിയ വിഷയമാണ്. 40% താഴെ ആളുകൾ മാത്രമാണ് കൃത്യമായി ലോൺ തിരിച്ചടക്കുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഈ അവസ്ഥ തുടർന്നാൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകും. ഇന്ത്യൻ വിദ്യാർത്ഥികളെയും കുടിയേറ്റക്കാരെയും ഇത് കൂടുതൽ ഭയത്തിലാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും നികുതിദായകരുടെ താൽപ്പര്യവും സംരക്ഷിക്കാൻ പണം തിരിച്ചടക്കുന്നത് പുനരാരംഭിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നാണ് വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്മോഹൻ പറയുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ തടയുന്നത് പ്രായമായവരെയും അംഗപരിമിതരെയും കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുമെന്നാണ് വിമർശകർ പറയുന്നത്. ഇവയെല്ലാം നമ്മൾ ഗൗരവമായി കാണേണ്ട വിഷയങ്ങളാണ്. വായ്പയെടുത്ത എല്ലാവരും ജാഗ്രത പാലിക്കുക.